സിപിഐ നേതാവ് കെ ശിവരാമനെതിരെ സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ശിവരാമന്റെ മാനസികാവസ്ഥ സിപിഐ പരിശോധിക്കണമെന്നും സിപിഐഎമ്മിനെ രാഷ്ട്രീയ മര്യാദ പഠിപ്പിക്കാൻ ശിവരാമൻ വരേണ്ടെന്നും CV വർഗീസ്. ശിവരാമൻ സിപിഐയുടെ കാര്യം നോക്കിയാൽ മതിയെന്നും സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി പറഞ്ഞു. കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ സിപിഐഎമ്മിനെയും എം മണിയെയും കെ ശിവരാമൻ വിമർശിച്ചിരുന്നു. പിന്നെ ശിവരാമൻ സഖാവിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് CPI ആണ് പരിശോധിക്കുന്നത്. അദ്ദേഹം ഏത് മാനസികാവസ്ഥയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് CPI ആണ് പരിശോധിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞങ്ങൾ അവജ്ഞയോട് തള്ളിക്കളയാം. കാരണം സാമൂഹ്യ ബോധവും മനുഷ്യത്വമൊന്നും CPM-നെ ഉപദേശിപ്പിക്കാൻ ഞങ്ങൾക്ക് മാർഗരേഖ നൽകാൻ ഞങ്ങൾ ശിവരാമനെ തോൽപ്പെടുത്തിയിട്ടില്ല. ശിവരാമൻ്റെ പാർട്ടിയെ നോക്കിയാൽ മതി. CPM-നെ നന്നാക്കാൻ വേണ്ടി ശിവരാമൻ ശ്രമിക്കേണ്ടതില്ല. സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ് രാജാക്കാട്, ഇടുക്കിയിലെ CPI തർക്കം ഇതാദ്യമായല്ല നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് നേതാക്കൾക്കിടയിലെ തർക്കമായി മാറുകയാണോ? വർഗീസിനെ വിമർശിക്കുന്ന ശിവരാമന്റെ മാനസിക നില പരിശോധിക്കണമെന്ന് പറയുന്ന വർഗീസ് ഇതെവിടേക്കാണ് മുന്നണിയെ കൊണ്ടുപോകുന്നത്? സുജയ പാർവതി, തീർച്ചയായിട്ടും CPIM ഒരു പരസ്യ പോരാട്ടത്തിലേക്ക് ഈ ഒരു വിഷയം എത്തിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആദ്യഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം CPM-നെതിരെ ഉയർന്നിരുന്ന ഒരു വിഷയമായിരുന്നു സാബുവിൻ്റെ ആത്മഹത്യാ കേസുമായി ബന്ധപ്പെട്ട്. അതിനുശേഷമാണ് നയവിശദീകരണ യോഗം കട്ടപ്പനയിൽ സംഘടിപ്പിക്കുകയും എം മണി MLA അതിൽ ഈ സാബുവിനെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രസംഗം നടത്തുകയും ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ കെ ശിവരാമൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എത്തിയിരുന്നത്. ഇത്തരം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചേർന്നതാണോ ഇത്തരം ഇടപെടലുകൾ, ഇല്ലെങ്കിൽ ഇത്തരം പ്രസംഗങ്ങൾ, പരാമർശങ്ങൾ എന്നതിനെ സംബന്ധിച്ച് അവർ പരിശോധിക്കേണ്ടതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശിവരാമൻ കുറിക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ ശിവരാമന് മറുപടിയുമായി ഈ CV വർഗീസ് രംഗത്തെത്തിയിരിക്കുന്നത്. അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് ശിവരാമന്റെ വാക്കുകളെ എന്നാണ് CV വർഗീസ് വ്യക്തമാക്കുന്നത്. ശിവരാമൻ CPM-നെ മര്യാദ പഠിപ്പിക്കുവാൻ വേണ്ടി പോരേണ്ട, CPI-യിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി, തങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് ഇല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കേണ്ട കാര്യമില്ല, അതിന് ശിവരാമനെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ പ്രധാനമായി ഈ CV വർഗീസ് ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ മാനസിക നില ശിവരാമൻ്റേത് ഏത് തരത്തിലാണ് എന്ന് CPI പാർട്ടി പരിശോധിക്കണം എന്നുള്ളതാണ് CV വർഗീസ് വെക്കുന്നത്. എം മണിക്കെതിരെ ഉന്നയിച്ച ആരോപണം അല്പം കൂടി കടുപ്പിച്ച് മറുപടി പറയുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യഘട്ടം മുതൽ ഇതിൽ പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാട് ആദ്യഘട്ടം മുതൽ പറഞ്ഞു പോകുന്നതാണ്. VR സജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. VR സജി പറഞ്ഞിരിക്കുന്ന മറുപടിയിൽ പാർട്ടി ഇപ്പോൾ തൃപ്തരാണ്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കേണ്ട കാര്യമില്ല. ഇക്കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത്. മനുഷ്യത്വവും മര്യാദയും ഒന്നും CPM-നെ പഠിപ്പിക്കുവാൻ കെ ശിവരാമനെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് CV വർഗീസ് വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും CPI-യുടെ മുതിർന്ന നേതാവും ഒപ്പം തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും തമ്മിൽ ഒരു വാഗ്വാദത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. കോൺഗ്രസും BJP-യും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ CPM-നെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തുമ്പോൾ അതേ ആരോപണങ്ങൾ തന്നെ ഉന്നയിച്ച് CPI-യുടെ നേതൃത്വവും ഇടുക്കി ജില്ലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇതിനു മുമ്പും നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ എം മണിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ഒരാളായിരുന്നു കെ ശിവരാമൻ. പട്ടയ വിഷയങ്ങളിലും അടക്കമുള്ള കാര്യങ്ങളിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അതിനൊക്കെ മറുപടി പറഞ്ഞ് പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഔദ്യോഗികമായി എത്തി പൂർണ്ണമായി അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് ശിവരാമന്റെ വാക്കുകൾ. ശിവരാമന്റെ മാനസിക നില പരിശോധിക്കേണ്ടത് CPI ആണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പരസ്യമായി പറയുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായിരുന്നാലും കെ ശിവരാമനോട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പരസ്യ പ്രതികരണത്തിനില്ല എന്ന ഒരു മറുപടി മാത്രമാണ് നൽകിയത്. ഇന്നലെ പറഞ്ഞതിനപ്പുറം തനിക്ക് ഇന്നൊന്നും പറയാനില്ല. അതായത് ഇന്നലെ പറഞ്ഞ ആരോപണങ്ങൾ എന്തൊക്കെയാണോ CPM-നും എം മണിക്കുമെതിരെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉന്നയിച്ചിരിക്കുന്നത്, ആ ആരോപണങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാടാണ് കെ ശിവരാമന് ഇപ്പോൾ ഉള്ളത്. ആ നിലപാടിനെയാണ് പൂർണ്ണമായി വിമർശനത്തോടെ തള്ളിക്കളഞ്ഞുകൊണ്ട് CPIM രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇടതുപക്ഷത്തിനകത്ത് നിന്നുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ വിരുദ്ധ സ്വരങ്ങൾ വരുന്നു. മുന്നണിയെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ അവിടെ ഉണ്ടാകുന്ന വിഷയങ്ങളിലുള്ള ഏറ്റുമുട്ടലുകൾ നമ്മൾ അത് കാണുകയാണ്. വന്യജീവി ആക്രമണത്തിന്റെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ കട്ടപ്പനയിലെ നിക്ഷേപകന്റെ മരണത്തിൽ, രണ്ട് വിഷയത്തിലും രണ്ട് തട്ടിൽ നിന്നുകൊണ്ട് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഇടുക്കിയിൽ CPIM-ഉം CPI-യും. അത് നേതാക്കൾ തമ്മിലുള്ള വലിയ വാഗ്വാദത്തിലേക്കും കടക്കുകയാണ്.